ആരോ ചുവട് വയ്ക്കുന്ന ശബ്ദം കേൾക്കാമല്ലോ. ഈ വിഷം നിറഞ്ഞ തേളുകളെല്ലാം പിതാശ്രീയുടെ അറയിലേക്ക് തന്നെയാകും പോകുന്നത്. ഇവൾ ആ ദേവകന്യക തന്നെയാണെന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും നമ്മുടെ മാർഗത്തിലെ മുള്ളായി മാറുകയാണിവൾ. ഇപ്പോൾ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ തന്നെ ഇവളുടെ അന്ത്യം കുറിക്കുന്നതാണ്. നാം പ്രാണികളെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ ഈ വിഷം നിറഞ്ഞ തേളുകൾക്ക് ആരെയെങ്കിലും വധിക്കണമെന്നുണ്ടെങ്കിൽ ഇവ നമ്മെ വധിക്കട്ടെ, നമ്മെ തന്നെ വധിക്കട്ടെ. അങ്ങനെയാണോ? അപ്പോൾ നിനക്ക് നിന്റെ ദിവ്യശക്തിയിൽ ഇത്രയും അഹങ്കാരമാണല്ലേ? നമ്മുടെ തേളുകളുടെ പ്രഹരമേൽക്കുന്നതിന് വേണ്ടി സ്വയം മുന്നോട്ട് വന്നിരിക്കുകയാണല്ലേ? എങ്കിൽ നീ ഇത് സ്വീകരിച്ചോളൂ. ഇനി നമ്മുടെ പ്രഹരമേറ്റ് തന്നെ നീ ചാരമായി തീരട്ടെ. വരൂ 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 വരൂ, ഇവിടെ വരൂ. കാവൽക്കാർ ഇനിയും കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരും. തീർച്ചയായും അത് പ്രശ്നമായി തീരും. നാം ഇനി കഴിയുന്നത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടതാണ്. തേളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ എവിടെയാണ് തേളുകൾ? എന്തുപറ്റി? നമുക്ക് മറുപടി നൽകൂ. ഏത് തേളിനെ ഭയന്നാണ് നിങ്ങൾ മഹാരാജാവിന്റെ കാവൽ ഉപേക്ഷിച്ച് പലായനം ചെയ്തത്? ഞങ്ങളെ വിശ്വസിക്കൂ കുമാര, ഇവിടെ ഉണ്ടായിരുന്നു. ആ തേളുകളെല്ലാം ഞങ്ങളുടെ നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. നിൽക്കൂ കുമാര, ഇത് നോക്കൂ. ഇതെന്താണെന്നറിയാമോ? ഈ അഗ്നി പടർന്ന പ്രദേശം കാണുമ്പോൾ തീരെ ഉചിതമായി തോന്നുന്നില്ല. എന്താണ് നാം ഇപ്പോൾ കാണുന്നത്? നാം ചിന്തിച്ചത് തന്നെയാണോ? ഇപ്പോൾ വിക്രമദേവന്റെ അറയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇനി വീണ്ടും എന്തെങ്കിലും കാരണം കണ്ടെത്തി വരേണ്ടതാണ്. നാം എന്തായാലും ആ അറയിലേക്ക് തീർച്ചയായിട്ടും പോയിരിക്കും. ആർക്കും നമ്മെ തടയാൻ സാധിക്കില്ല. ഇതെന്തെങ്കിലും ഭ്രമമായിരിക്കും പിതാശ്രീ. ഇവിടെ തേളൊന്നുമില്ലെന്ന് നാം ഉറപ്പിച്ചു പറയുകയാണ്. ഇവർക്കെല്ലാവർക്കും മതിഭ്രമം ഉണ്ടായതാണ്. ഏയ്, രാജാവിനുള്ള സുരക്ഷ ഇവിടെ തന്നെയാവട്ടെ. വരൂ പിതാശ്രീ, നമുക്ക് അകത്തേക്ക് പോകാം. അല്ലയോ രാജവൈദ്യൻ, വന്നാലും. രാക്ഷസറാണി, അവിടുന്ന് ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? മഹാരാജൻ വിക്രമദേവനെ കുറിച്ച് ഓർത്താണ്. വീണ്ടും 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 ആ ദേവകന്യക നമ്മുടെ മാർഗത്തിലുള്ള തടസ്സമായി മാറുന്നു. നമ്മെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അവൾ. വീണ്ടും? ഇനി എന്ത് സംഭവിക്കും? അവൾക്കൊന്നും ചെയ്യാനാവില്ല. ഇനി ഒരു ശുഭശക്തികൾക്കും നമ്മെ തടഞ്ഞു നിർത്താനാവില്ല. ഒരു ദിവ്യശക്തിക്കും നമ്മെ ഇനി തടയാൻ സാധിക്കില്ല. നമുക്ക് സ്വയം പോകാനാവില്ലെങ്കിൽ എന്താണ്? ഇനി മറ്റൊരു മാർഗം കൂടി
നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മഹാറാണി, നമുക്ക് അകത്തേക്ക് വരാൻ അനുവാദമുണ്ടോ? വന്നോളൂ. മഹാറാണി നിങ്ങളെ എല്ലാവരും മത്സരങ്ങൾ നടക്കുന്ന മൈതാനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മത്സരങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ്. ഇനിയും എത്ര സമയമെടുക്കും രാജവൈദ്യൻ? അല്പസമയം നൽകേണ്ടി വരും രാജകുമാരൻ. അത്ര കഠിനമായ രോഗമാണ്. നിസാരമായി മനസ്സിലാക്കുന്നത് സംഭവ്യമല്ല. അതിനർത്ഥം മഹാരാജാവിന്റെ അവസ്ഥ എന്താണ്? അത് അങ്ങേക്ക് പറയാനാവില്ലേ? ആശ്ചര്യം തന്നെ. പിതാശ്രീ, അവിടെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകും. എത്രയും വേഗം നമ്മൾ അവിടേക്ക് പോകേണ്ടതാണ്. നാം നോക്കട്ടെ. അങ്ങേക്കേറെ സമയം നൽകിക്കഴിഞ്ഞു. ഇനി അങ്ങ് പറഞ്ഞാലും മഹാരാജൻ ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത്? അദ്ദേഹം ഇനിയും അതേ അവസ്ഥയിൽ തന്നെ തുടരുമോ? ഈ അവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കാര്യം ചിന്തിച്ച് അങ്ങ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതെ, എന്നാൽ അത് കേവലം സ്വയംവരം കഴിയുന്നതുവരെ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് മഹാരാജാവിന്റെ ആവശ്യമുണ്ടാവും, കുമാരന്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടി. ആ സന്ദർഭത്തിൽ മഹാരാജാവ് ഒരൽപ്പം സ്വബോധത്തിലുണ്ടാവണം. ഒരു കുമാര,